തകർന്നടിഞ്ഞ അവസ്ഥയിലേക്കാണ് പി എസ് സിയുടെ പോക്ക്. പി എസ് സി എന്ന് പറയുന്ന ഒരു സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണം, എന്തിന് പ്രവർത്തിക്കണം എന്ന് പോലും ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്ന രീതിയിലേക്ക് അത് പോകുന്നു. വിജിലൻസ് അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. അങ്ങ് പി എസ് സി ചെയർമാനായിരുന്നു. ഇത്തരത്തിൽ ഒരു പി എസ് സി അധപ്പതിക്കാൻ പാടുണ്ടോ, നശിക്കാൻ പാടുണ്ടോ? സർക്കാർ അതിന് പലപ്പോഴും ഒരു മോക്ഷം നൽകാൻ, അല്ലെങ്കിൽ നന്നാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമല്ല ഈ നടത്തുന്നത്. പേരിന് വേണ്ടിയിട്ടൊരു അന്വേഷണം, ഇതുകൊണ്ട് എന്തെങ്കിലും ഫലമാകുമോ? അങ്ങയുടെ അഭിപ്രായം എന്താണ്? അല്ല, ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിശ്വാസ്യത നേടിയ സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കാരണം കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഏറ്റവും മനോഹരമായി പരീക്ഷ നടത്തുകയും, ഒന്നും രണ്ടും പരീക്ഷയില്ല, ഒരു കൊല്ലം 750-800 പരീക്ഷയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഞാനിരുന്ന കാലത്ത്. അത്രയും പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഒരെണ്ണത്തിനെ കുറിച്ച് പോലും പരാതി വന്നിട്ടില്ല. അത്ര സുശക്തമാണ് അതിൻ്റെ ഒരു നിലവാരം. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും പബ്ലിക് സർവീസ് കമ്മീഷനിൽ ആരും കാണുന്നില്ല എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യക്കടലാസ് ഉണ്ടാക്കുന്നുണ്ടല്ല, അയാൾ തന്നെ ഇതിൻ്റെ ഉത്തരവ് എഴുതിയിട്ട് കൊടുക്കേണ്ടി വരും. ആ ഉത്തരവും ചോദ്യക്കടലാസ്, ആ ഉത്തരം പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ പ്രസിദ്ധീകരിക്കും. ആളുകൾക്ക് അപ്പോൾ അത് തെറ്റും ശരിയും ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അങ്ങനെ തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടി വിദഗ്ധന്മാരുടെ, സബ്ജക്റ്റ് എക്സ്പേർട്ടുകളുടെ ഒരു കമ്മിറ്റിക്ക് കൊടുക്കും. അവർ പരിശോധിച്ചിട്ട് അവരുടെ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് എക്സാമിനേഷൻ്റെ ഒരു സബ് കമ്മിറ്റി ഉണ്ട്, അത് ചേർന്നിട്ട് ആ റിപ്പോർട്ട് അംഗീകരിച്ച് മിനിറ്റ്സ് ഉണ്ടാക്കിയിട്ടാണ് ഇവാലുവേഷന് പോകുന്നത്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ തെറ്റാണെങ്കിൽ ആ ചോദ്യങ്ങൾ മാറ്റിക്കളയും. കൂടുതൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ആ പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ട് വേറെ നടത്തും. ഇതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രീതി. ആ ഉത്തരക്കടലാസുകൾ ഇവാലുവേഷൻ നടത്തുന്നത് യന്ത്രമാണ്. വളരെ കൃത്യമായിട്ടാണ്. എൻ്റെ കാലത്താണ് ആ യന്ത്രങ്ങൾ അവിടെ സ്ഥാപിച്ചതും ഇത് തുടങ്ങിയതും. വളരെ ക്വിക്കായിട്ട് നടക്കും. എന്നുവെച്ചാൽ ഒരു യന്ത്രം ഒരു മണിക്കൂറിൽ 5000 എണ്ണം ചെയ്യും. അത് 2 വാല്യുവേഷൻ ഉള്ളതിൻ്റെ പേരിൽ ഒരു മണിക്കൂറിൽ ഒരു യന്ത്രം 10000 എണ്ണം. അങ്ങനത്തെ 16 യന്ത്രങ്ങളാണ് അവിടെ സ്ഥാപിച്ചേക്കുന്നത്. അപ്പോൾ ഏത് പരീക്ഷ വന്നു കഴിഞ്ഞാലും 2 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ട് ഇവാലുവേഷൻ തീരും. അപ്പോൾ തന്നെ അതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടും. കാരണം ഈ യന്ത്രം തന്നെ അതിൻ്റെ മാർക്ക് എഴുതിയിട്ട് നമുക്ക് തരും. യന്ത്രം അതിൻ്റെ മാർക്ക് എഴുതി തരുന്നത് കൊണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ആകെ ചെയ്യേണ്ട കാര്യം ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓർഡറിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഓർഡറിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ റെഡിയായി. അത്ര മനോഹരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ, പി എസ് സിക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല, ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. പബ്ലിക് സർവീസ് കമ്മീഷന് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഇല്ല. സെൻറ്റേഴ്സൊക്കെ നാട്ടിലെ സ്കൂളുകളാണ്. അവിടെ പോയിട്ടാണ് ഒരുപാട് പേരുടെ സഹകരണത്തോടു കൂടി ഒരു വലിയ ഓർഗനൈസിങ് കപ്പാസിറ്റിയിലാണ് ഇത് നടത്തിയെടുക്കുന്നത്. അത്രയേറെ പി എസ് സി ജീവനക്കാർ ജോലി ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ, ചോദ്യപേപ്പർ തെറ്റായാലും ശരിയായാലും പി എസ് സിയെ ബാധിക്കുന്ന പ്രശ്നമല്ല അത്. ഞങ്ങളല്ല ചെയ്യുന്നത്, തെറ്റാണ്, ഓക്കെ, ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ പരീക്ഷ നടത്തും. 10 എണ്ണം വരെ മാറ്റിയിട്ട് മൊത്തം ചോദ്യങ്ങൾ 90-ന് 100 മാറ്റും. ആർക്കും അതിനകത്ത് നഷ്ടമില്ല. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി. ഇതായിരുന്നു എൻ്റെ ഒരു രീതി. ഇൻ്റർവ്യൂവിനും ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരുന്നു. 8-നും 13-നും അടക്കമാണ് 20-ൽ മാർക്ക് കൊടുക്കുക. കാരണം പി എസ് സി പരീക്ഷയിൽ ടെസ്റ്റ് എഴുതി ഒരു ഇൻ്റർവ്യൂവിന് ഒരുത്തിന് യോഗ്യത നേടിക്കഴിഞ്ഞാൽ അയാൾക്കൊരു 40% മാർക്ക് കിട്ടാൻ അയാൾ അർഹനായി എന്നൊരു വിശ്വാസത്തിലാണ് പി എസ് സി അത് ചെയ്യുന്നത്. ബാക്കി പിന്നെ അയാളുടെ പെർഫോമൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വളരെ മിടുക്കനായൊരു വിദ്യാർത്ഥിക്ക് നല്ല മാർക്ക് റിട്ടൺ ടെസ്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ പുറത്താക്കാനൊന്നും ഒരാൾക്കും പറ്റില്ല. ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ അത് പോയിരുന്നു. ഇത്രയും വിശ്വാസ്യത എന്ന് പറഞ്ഞ് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ടെസ്റ്റ് എഴുതി ജയിച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്ന് അഡ്വൈസ് കിട്ടി അപ്പോയിൻമെൻറ്റ് നേടിയ ഒരാളാണ്. ഈ പി എസ് സി ടെസ്റ്റ് എഴുതി കയറിയിട്ടുള്ള എല്ലാവർക്കും ഒരുതരം ഭയങ്കര ആത്മവിശ്വാസവും
ഒരു ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ ടെസ്റ്റൊക്കെ എഴുതി ജയിച്ച് വന്നവരാണ് എന്നുള്ള കാര്യത്തിൽ. അതിൻ്റെ ഒരു അംഗീകാരവും അവർക്ക് സമൂഹത്തിലുണ്ട്. PSC ടെസ്റ്റ് എഴുതി വന്നവർക്ക് ഇപ്പോഴും ഉണ്ടത്. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ കൊള്ളുന്നതല്ല. ആ പുറത്ത് പറയാൻ കൊള്ളാത്ത രീതിയിൽ അത് ആക്കി തീർത്തിരിക്കുന്നു. കേൾക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് ഒരു വിജിലൻസ് എൻക്വയറി അല്ല, ഒരു CBIയെ കൊണ്ട് തന്നെ വിശദമായിട്ട് അന്വേഷണം നടത്തിക്കേണ്ടതുണ്ട്. അത്ര വിശ്വാസമുള്ള, അത്ര കഴിവുള്ള ഒരു ഏജൻസി അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം അതിനകത്ത് ഞാൻ കേട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ റിട്ടേൺ ടെസ്റ്റിന് കിട്ടിയ ഒരാൾക്ക് 40 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ 200 മാർക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ 20% വരുമ്പോൾ 40 മാർക്ക്. 40 മാർക്കിൻ്റെ ഇൻ്റർവ്യൂവിൽ അയാൾക്ക് കൊടുത്തത് 11 മാർക്കാണ്. മിനിമം കൊടുക്കുകയാണെങ്കിൽ തന്നെ എത്ര വരും? 8 തൊട്ടും 16 മാർക്ക് തന്നെ. ആ 16 മാർക്ക് അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അയാൾ 1ാം റാങ്കിൽ വരുമായിരുന്നു. അപ്പോൾ അത് 11ലേക്ക് ചുരുക്കിയതാണ്. അത് അത്ര ലളിതമായൊരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറേ ചോദ്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിട്ട് ആർക്കാണോ അവർ നിയമിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ അവർക്ക് നിയമനം കിട്ടത്തക്ക വിധത്തിൽ ചോദ്യങ്ങൾ ആക്കിയെടുത്ത് കുറേ ചോദ്യങ്ങൾ ഒഴിവാക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വിശ്വാസ്യത തകർന്നതായിട്ട് ജനങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ തകരാൻ പാടില്ല. കാരണം ഏറ്റവും ദരിദ്രരായിട്ടുള്ളവർ, നിരാലംബരായിട്ടുള്ളവർ, ആരും സഹായത്തിനില്ലാത്തവർക്ക് കഴിവുണ്ടെങ്കിൽ ടെസ്റ്റ് എഴുതി ജയിച്ച് ഒരു ജോലി കിട്ടാവുന്ന സ്ഥാപനമാണത്. ഞങ്ങൾ LDC എഴുതുമ്പോഴത്തേക്കും പണ്ട് പറയായിരുന്നു പാവപ്പെട്ടവൻ്റെ IAS ആണെന്ന്. അതെ, LDC പാസ്സാവുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ല, 16 ലക്ഷം പേരാണ് ഞാൻ നടത്തിയപ്പോൾ പരീക്ഷ എഴുതി 2 പ്രാവശ്യം നടത്തിയപ്പോൾ 16 ലക്ഷം പേര്. ഈ 16 ലക്ഷം പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു പക്ഷേ 12,000 പേർക്കോ 14,000 പേർക്കോ ആണ് നിയമനം കിട്ടുന്നത്. അപ്പോൾ എത്ര കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 1 ലക്ഷം പേര് എഴുതി കഴിഞ്ഞാൽ 1000 പേര് കഷ്ടിയാണ് വരുന്നത്. അത്ര കോമ്പറ്റീഷൻ ഉള്ളതാണ്. എല്ലാ പരീക്ഷകൾക്കും അതുപോലെ കോമ്പറ്റീഷനുണ്ട്. അതിൽ നിന്ന് ജയിച്ചു വരുന്നവരാണ് ഇവർ. അത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അതിൽ കഴിവുള്ളവർക്ക് കിട്ടുന്ന അവരൊന്നും അറിയുന്നില്ലല്ലോ. ഇത് അവർ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്ന് പിന്നെ അഡ്വൈസ് വരുമ്പോഴാണ് അവരറിയുന്നത് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള വിശ്വാസ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടുത്തെ ഏറ്റവും ദരിദ്രൻ്റെ പ്രത്യാശാ കേന്ദ്രമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് നശിക്കാൻ അനുവദിക്കാൻ പാടില്ല. ഒരാളെയും അത് നശിക്കാൻ അനുവദിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ അതിൻ്റെ പരീക്ഷാ നടത്തിപ്പും അതിനുശേഷമുള്ള ഇൻ്റർവ്യൂയും ആളുകളുടെ മുന്നിൽ സംശയത്തിലാണ് നിൽക്കുന്നത്. ക്രമക്കേടുണ്ട്, ആളുകൾക്ക് സംശയമുണ്ട്. ഇതൊന്നും സത്യസന്ധമായിട്ടല്ല നടക്കുന്നതെന്ന് ആളുകൾ ആക്ഷേപിക്കുന്നു, ആരോപിക്കുന്നു. ശരിയോ തെറ്റോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. പക്ഷേ ഇത് തെറ്റാണ് എന്ന് ഒരു അന്വേഷണത്തിലൂടെ തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യത പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, പബ്ലിക് സർവീസ് കമ്മീഷൻ അതിനകത്തുള്ള 1700 ജീവനക്കാരുടെയും ഒരു ചെയർമാൻ്റെയും 20 അംഗങ്ങളുടെയും മാത്രമായൊരു കാര്യമല്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് അത് ഏറ്റെടുക്കണം. ആ ബാധ്യത ഏറ്റെടുത്ത് ഇതിനകത്ത് കുറ്റവാളികളുണ്ടെങ്കിൽ അവരെ കർശനമായി ശിക്ഷിക്കണം. ഒരു ഭരണഘടനാ സ്ഥാപനവും അതിൻ്റെ ഇമ്മ്യൂണിറ്റി, ഭരണഘടന നൽകുന്ന ഇത് ഭരണഘടനാ സ്ഥാപനമാണ്, അതിൻ്റെ ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് നിയമം ലംഘിക്കാനും തെറ്റ് ചെയ്യാനും അവകാശം നൽകുന്നില്ല എന്നുള്ളത് അടിസ്ഥാന നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നടത്തിപ്പിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വിശ്വാസ്യത സ്ഥാപിക്കുകയും ചെയ്യേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഇന്നിപ്പോൾ അത് ഗവൺമെൻറ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തോട് ഗവൺമെൻറ് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്.
സാർ ഇതിപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, ഈ സർക്കാർ വന്നിട്ട് 2 മാസമേ ആയുള്ളൂ. ഇതിന് മുൻപുള്ള PSC നിയമനങ്ങളിൽ, അതായത് കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷത്തിൽ താഴെയായിട്ടുള്ള LDF സർക്കാരിന് ശേഷം, LDF സർക്കാർ ഒന്നാമത് വന്നു, രണ്ടാമത് വന്നു. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാലത്ത് അത്ര പ്രശ്നങ്ങൾ, ആരോപണങ്ങളൊന്നും കേട്ടില്ല. പക്ഷേ രണ്ടാമത്തെ സർക്കാരിൻ്റെ കാലമായപ്പോൾ ഒരു ഭരണ തുടർച്ച കിട്ടിയപ്പോൾ എന്തൊക്കെയോ അതിനകത്ത് സംഭവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് വലിയ സംശയമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലം എന്ന് പറയുന്നത് LDF സർക്കാരിൻ്റെ അവസാനത്തെ 1-2 വർഷമാണ്. ആ വർഷത്തിനുള്ളിൽ എന്തൊക്കെയോ നടന്നത്. അങ്ങനെ നടക്കാനും വേണ്ടിയിട്ട് അത്രയ്ക്ക് പിഴവുള്ള ഒരു അല്ല, സംവിധാനം അത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഉത്തരവാദി പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനാണ്. കാരണം ഇതൊരു ചെയർമാൻ ഓറിയൻറ്റഡ് സംഘടനയാണ്. ചെയർമാനാണ് അതിൻ്റെ കിങ് പിൻ. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ചെയർമാനാണ് ഉത്തരം പറയേണ്ടത്. വിശേഷിച്ചും LDFൻ്റെ ഭരണകാലത്ത് വന്നപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു രാഷ്ട്രീയത്തിൽപ്പെട്ടവർ മാത്രം വന്നു. പിന്നെ അതിനേക്കാൾ എല്ലാം ഉപരി ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കണമല്ലോ. ആ നിയമിക്കുന്ന പരിപാടിക്ക് ഇപ്പോഴും ചട്ടങ്ങളുണ്ടാക്കിയിട്ടില്ല. തോന്നിയതുപോലെ ചട്ടങ്ങളുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചട്ടങ്ങളില്ലാത്തതുകൊണ്ട് എന്താ വെച്ചാൽ 10ാം ക്ലാസ് പാസ്സായവനൊക്കെയാണ്, ഞാനിത് അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല, സത്യസന്ധമായിട്ട് പറയുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരാൾ അവിടെ PSC മെമ്പറായി വന്നിരുന്നിട്ട് മെഡിക്കൽ കോളേജിലെ തൊറാസിക് സർജന് ഇൻ്റർവ്യൂ നടത്തിയെടുക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അത് നടക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനൊരു വ്യവസ്ഥയും ചട്ടവും ഉണ്ട്. ഇപ്പോൾ കോളേജ് പ്രൊഫസർമാരെ എടുക്കുകയാണെങ്കിൽ ഏത് പ്രൊഫസറെയും എടുക്കില്ല. വൈസ് ചാൻസലർ ആയിട്ടുള്ള ഒരാളോ വൈസ് ചാൻസലർ ആകാൻ യോഗ്യതയുള്ള ഒരാളെയാണ് അവർ പ്രൊഫസർമാരുടെ കാറ്റഗറിയിൽ നിന്ന് എടുക്കുക. അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലെത്തിയ ഒരാളെ ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്ന് എടുക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ DGP റാങ്കിലുള്ള ഒരാളെയാണ് അവർ വെക്കുക. ഒരു നിയമജ്ഞനെ വേണം എന്നുണ്ടെങ്കിൽ സെലക്ഷൻ ഗ്രേഡ് ജില്ലാ ജഡ്ജിൻ്റെ റാങ്കിലുള്ള ഒരാളെയാണ് അവർ വെക്കുക. ഇതാണ് അതിൻ്റെയൊക്കെ ഒരു ക്രൈറ്റീരിയ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു യോഗ്യതയും ഇല്ലാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, യാതൊരു ഇതും അറിയാത്ത ആളെ എടുത്തു വെക്കും. ഇതൊരു കോസി ജുഡീഷ്യൽ ഫോറമാണ്. ഏറ്റവും കൂടുതൽ നിയമവുമായി ബന്ധപ്പെട്ട നിയമം, ചട്ടം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധനയ്ക്ക് വരിക. അത് ഇംഗ്ലീഷേ അറിയില്ലാത്തവർ വന്നിരുന്നാൽ എന്തു ചെയ്യും? ഇംഗ്ലീഷ് അറിയണ്ടേ? അതെ, ഇംഗ്ലീഷ് മഹത്തായ ഭാഷയായിട്ടല്ല പറയണത്, പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. പ്രാഥമികമായ ഉത്തരവാദിത്വം. കാരണം ആ നിയമപുസ്തകങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ, ചട്ടങ്ങളും ഒക്കെ ഇരിക്കുന്ന അതിനകത്ത്. അത് വായിച്ച് നമുക്ക് മനസ്സിലാക്കണ്ടേ? ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകാത്ത ആളുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം വരുന്നതിനെ തടയണം. അത് തടയുന്നതിനാവശ്യമായൊരു സംവിധാനവും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കണം. എനിക്ക് ആവശ്യപ്പെടാനുള്ളൊരു കാര്യം, ഈ PSC മെമ്പർമാരുടെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് കൃത്യമായ നിയമനിർമ്മാണം നടത്തണം. പിന്നെ അങ്ങനെ എടുക്കുന്നവരുടെ ഇൻറ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടാക്കണം. പോലീസ് വെരിഫിക്കേഷൻ വേണം, ഇൻറ്റഗ്രിറ്റി വേണം, IBയുടെ റിപ്പോർട്ട്, ഇതൊക്കെ മേടിച്ചിട്ട് ഒരാളെ വെക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അതൊന്നുമില്ലാത്തൊരു സംവിധാനത്തിലൂടെ പോയതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇത് മാറ്റണം, മാറ്റിയേ പറ്റൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.